നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. അതായത് എന്നെ കൺസൾട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പിന്നെ ആത്മസുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നൊരു പ്രധാന വിഷയം അതാണ് ധനപരമായിട്ടുള്ള ക്ലേശം. രണ്ടാമത്തേത് കർമ്മത്തിൽ അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ബിസിനസ്, അവർ പുതിയ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ശരിക്ക് ടെൻഷനുണ്ട്. അപ്പം അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വർഷം നമുക്ക് എങ്ങനെ ഇരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മൾ മേടക്കൂറിൻ്റെ പൊതുവിൽ ഈ വർഷത്തെ അവസ്ഥയാണ് ചിന്തിക്കുന്നത്. മേടക്കൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തിക, ഒന്നാം പാദം. മേടക്കൂറിനെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ധനപരമായ കാര്യങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് അവരുടെ 10ാം ഭാവം എന്ന് പറഞ്ഞാൽ മേടക്കൂറിൻ്റെ 10 വരുമ്പം അതിൻ്റെ അധിപതി ശനിയായിരിക്കും. ആ ശനി 12ലാണ് നിൽക്കുന്നത്. മാത്രമല്ല ആ ശനി നമുക്ക് പിന്നെ 7ര ശനി തുടങ്ങിയിട്ടുള്ള സമയം കൂടെയാണ്. അപ്പോൾ കർമ്മത്തിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, പ്രവൃത്തിയിൽ, അതിൽ നിന്ന് വേണം നമുക്ക് ധനം വരാൻ. നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രപഞ്ചത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ധനത്തിന് പ്രാധാന്യം കൽപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ധനം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി നിലനിൽക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. നമുക്ക് 100% ജ്യോതിഷത്തിൽ എന്താ പറയുക, ജ്യോതിഷ ഗൈഡൻസ് കൊണ്ട് നമുക്ക് പോകുന്ന വഴികളിൽ ഗുണദോഷങ്ങൾ ചിന്തിക്കാമെന്നല്ലാതെ അതിൽ ജ്യോതിഷം കൊണ്ട് നമ്മളൊരു അതീന്ദ്രിയ പ്രവചനമായിട്ട് ഒരിക്കലും ആരും എടുക്കരുത്. കാരണം കൺസൾട്ട് ചെയ്യുന്ന പല പിന്നെ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, എനിക്ക് ഈ വർഷം ലോട്ടറി അടിക്കുമോ, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ പിന്നെ കുറച്ചുകൂടെ ഉയർച്ച വരുമോ. നമ്മൾ ഈ അതീന്ദ്രിയമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല ജ്യോതിഷം. ജ്യോതിഷത്തിൽ നമ്മളെ നിലവിൽ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷൻസ്, നമ്മുടെ ജാതകമുള്ള പ്ലാനറ്ററി പൊസിഷൻസ്, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ യുക്തിയും ബുദ്ധിയും കൊണ്ട് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇതിൽ വേണ്ടത്. അതിൻ്റെ കാരണം, നമുക്ക് ഈ കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജാതകാൽ ഏത് കർമ്മമൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, ഏത് വഴിയിലാണ് ധനം വരാനുള്ള യോഗം, ഇത് നോക്കി വേണം ധനത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ. രണ്ടാമത്തേത്, ഇപ്പോൾ ധനപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള 2 പാളിച്ചയുണ്ട്. ഒന്ന്, ഈ ധനം ഈശ്വരാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ പൂർവ്വജന്മ പുണ്യം കൊണ്ട് കിട്ടുന്ന ധനത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കടം കൊടുത്തോ മറ്റുള്ളവരെ സഹായിച്ചോ ഒക്കെ നഷ്ടപ്പെടുത്തുന്നു. അതിനൊരിക്കലും അങ്ങനെ ഒരിടത്ത് ഒരു പ്രപഞ്ച നിയമത്തിലും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക്, നമുക്ക് കിട്ടുന്ന ധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് ചെയ്യാം, അന്നം ദാനം ചെയ്യാം. ക്ഷേത്രങ്ങളാണെങ്കിൽ ദീപം തെളിക്കാൻ നിങ്ങൾ എണ്ണ വാങ്ങിക്കൊടുക്കൂ. പിന്നെ തീരെ പാവപ്പെട്ടയാണ്, നിവൃത്തിയില്ലാത്തൊരാളെ വസ്ത്രം വാങ്ങിക്കൊടുക്കും. അല്ലാതെ ധനം കൊടുത്ത ഒരാളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അത് മഹാലക്ഷ്മി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാവും. രണ്ടാമത്തേത്, ധനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ, ഞാൻ പറഞ്ഞില്ല, കർമ്മം എന്ന് പറയുന്നത് അവരെ കർമ്മത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ശനിയാണ്. ആ ശനിയുടെ സ്ഥിതി, പിന്നെ നിങ്ങളുടെ ജാതകത്തിലുള്ള ശനിയുടെ സ്ഥിതി ഇതനുസരിച്ചിരിക്കും. എങ്കിലും ഇപ്പോൾ നിലവിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശം അല്ലെങ്കിൽ അന്യദേശം അതൊക്കെ കൊണ്ടും നിലവിലുള്ള ജോലിയിൽ മാറ്റങ്ങൾ കൊണ്ടും ധനപരമായിട്ട് ഉയർച്ച വരാം. ഇനി മറ്റൊന്ന്, ഈ ധനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ അർത്ഥ ത്രികോണമുണ്ട്. അതായത് നമ്മുടെ പ്രധാനമായിട്ടും വൈദികമായിട്ട്, വേദിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രഹനിലയിൽ ഇതിനെ ചിന്തിക്കേണ്ടത് ത്രികോണം, ധർമ്മത്രികോണം, അർത്ഥത്രികോണം, മോക്ഷത്രികോണം. ഇതിൽ അർത്ഥത്രികോണമാണ് നമുക്ക് ധനവും നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളും കൊണ്ടുതരേണ്ടത്. അപ്പോൾ ഈ അർത്ഥത്രികോണം എന്ന് പറയുമ്പോൾ 2, 6, 10 ഭാവങ്ങളെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്നത് ധനം, കുടുംബം, നമ്മുടെ വാക്ക്, ഇത് നമുക്ക് ധനം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നീക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പ്രത്യേകതയുള്ളത്, ധനകാരകനായ
വ്യാഴം മേടക്കൂറുകാരെ സംബന്ധിച്ച് 3-ലാണ് നിൽക്കുന്നത്. 3 പറയുമ്പോൾ നമ്മളിലേക്ക് എത്തേണ്ട ധനം എത്തില്ല. നമുക്ക് എത്തേണ്ട അല്ലെങ്കിൽ എത്തിക്കേണ്ട ആളുകളുടെ വശം വരെ എത്തി, അതിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലോക്ക്. അപ്പോൾ അത് ഇനി വരുന്ന അതായത് 2026 മാർച്ചോടുകൂടി ആ ധനം നമ്മളിലേക്ക് ഒഴുകി തുടങ്ങും. നമുക്ക് വരേണ്ടതായ അല്ലെങ്കിൽ കിട്ടാനുള്ള ധനങ്ങൾ വരും. ഇനി അടുത്തത് നമ്മുടെ എപ്പോഴും നമ്മുടെ 10 കർമ്മം കൊണ്ടും അതുപോലെ തന്നെ 6 കൊണ്ടും ധനം വരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 10 കൊണ്ട് വരുന്നത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, നമ്മുടെ ജോലി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നമ്മളിലേക്ക് ധനം വരും. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശനി നമുക്കിപ്പം അത്ര അനുകൂലമല്ല, എന്നാൽ ജാതകാൽ അനുകൂലമാണെങ്കിൽ ധനം വരാം. അതേസമയം ജോലിയിലോ നിലവിലുള്ള കർമ്മങ്ങളിലോ മാറ്റം വരുത്തിയാൽ അത് വരും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ 10 പറയുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് 6 എന്ന് പറയുന്നത് നമ്മുടെ ധനം നഷ്ടപ്പെടാൻ വഴിയാകാവുന്ന വഴികളാണ്. എന്നാൽ അഭീതമായ മാർഗങ്ങളിലൂടെ ധനം വരാനുള്ള യോഗവും 6-നെ കൊണ്ട് ചിന്തിക്കും. അപ്പോൾ നിങ്ങളുടെ 6-ൽ ഇപ്പം നിൽക്കുന്നത് പിന്നെ ചൊവ്വയാണ്. ഭൂമി ഇടപാട്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ധനം വരാം. അതിന് യോഗമുള്ള സമയമാണ്. പിന്നെ മറ്റൊന്ന്, ഈ കോടതി കേസ്, വഴക്ക്, മീഡിയേറ്റർഷിപ്പ്, ഇതൊക്കെ വഴി നമുക്ക് ധനം വരാവുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാം ധനം നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന വഴികളാണെന്നേ പറഞ്ഞോളൂ. അത് ധനം ഉണ്ടാക്കിയെടുക്കുന്നതും ധനം നിലനിർത്തുന്നതും നമ്മളെ മിടുക്കാണ്, അവരവരെ മിടുക്കാണ്. അതിന് ജ്യോതിഷത്തിനോ ഈശ്വരനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പലരുടെയും ധാരണയുണ്ട് നമ്മൾ ഇന്ന രീതിയിലുള്ളൊരു യന്ത്രം ചെയ്ത് ധരിച്ചാൽ ധനം വരുമെന്നില്ല, ഇന്ന പൂജ ചെയ്താൽ ധനം വരും. ഒരിക്കലും വരില്ല. അതായത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. ഈശ്വരാധീനം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും പിന്നൊന്ന് നമ്മളെ പ്ലാനിങ്ങുമാണ്. ഇത് രണ്ടും ഉള്ള ഒരാൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. വലിയ വിജയിച്ച ആൾക്കാരെല്ലാം എടുത്ത് നോക്കണം. അവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു, അവർക്ക് ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കാൻ അറിയാമായിരുന്നു. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വിജയിച്ച് ധനപരമായിട്ട് ഉയർച്ചയിലെത്തിയിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാവൂ. ഇനി അടുത്തത്, നമുക്ക് ധനപരമായിട്ട് ഏറ്റവും സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 9-ആണ്, അതായത് ഭാഗ്യസ്ഥാനം. അപ്പോൾ 9-ാം ഭാവാധിപൻ ഇപ്പം നിൽക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് 3-ലാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധനം ക്രമേണയേ വരുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫ്യൂച്ചറിൽ ധനം വരാനുള്ള വഴികളിലേക്ക് നീങ്ങുക. മാത്രമല്ല നിലവിൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ. 2, നമുക്ക് എപ്പോഴും ധനം വരണമെങ്കിൽ, ധനം വന്നാൽ തന്നെ നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജാതകത്തിൽ, അവരവരുടെ ജാതകത്തിൽ നമ്മുടെ ധനനക്ഷത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജാതകത്തിൻ്റെ ഇന്ദുലഗ്നം എടുത്താൽ അതിൽ നിന്ന് നമുക്ക് ധനം വരാൻ സഹായിക്കുന്ന ഗ്രഹങ്ങളെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മുടെ ധനം ഏത് വഴിക്ക് വരുമെന്ന് നമ്മുടെ പിന്നെ ജാതകാൽ നമ്മുടെ ധനകാരകത്വം ചിന്തിച്ചെടുത്താൽ അതിൽ നിന്ന് വരും. അപ്പോൾ ആ വരുന്ന ധനഭാവാധിപൻ അതെവിടെയാണോ ആ അംശകാധിപനെ വിലപ്പിച്ചാൽ നമ്മൾ കോടീശ്വരനൊന്നും ആവില്ല. നിലവിലുള്ള ബ്ലോക്കുകൾ നീങ്ങി സ്മൂത്തായിട്ട് നമുക്ക് ധനം വന്നു തുടങ്ങും. അത് നിലനിർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മളെ മിടുക്കാണ്. അതിന് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ ധനം കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് ജീവിതത്തിലൊരു പ്രാരാബ്ധം ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം ധനപരമായിട്ട് വലിയ മെച്ചമൊന്നും വരില്ല, എന്നാൽ നഷ്ടങ്ങൾ വരാതെ നമുക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധനകാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകാൽ പിന്നെ കൺസൾട്ടിങ്ങോ മറ്റോ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും കുറച്ച് നല്ല ജ്യോതിഷനെ കൊണ്ടൊന്ന് കാണിച്ച് അതിനകത്തുനിന്ന് നിങ്ങളുടെ ധനം വരാനുള്ള മാർഗങ്ങളെ സൂക്ഷ്മമായിട്ട് ചിന്തിപ്പിച്ച് അതിനകത്ത് പൂർവ്വജന്മദോഷങ്ങളുണ്ടെങ്കിൽ തീർത്ത് മുന്നോട്ട് പോയാൽ, കാരണം പൂർവ്വജന്മദോഷങ്ങൾ നിന്നാൽ ധനവും ബിസിനസ്സും നമുക്ക് വിജയിക്കത്തില്ല. പൂർവ്വജന്മദോഷങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ 1 ഡസനോളം ദോഷമുള്ളതിൽ ഗുളികദോഷം, മാരകമായ സർപ്പദോഷം, അതായത് നമുക്ക് ധനവും കർമ്മവും തരേണ്ട കർമ്മകാരകനായ ശനിയുടെ പിഴവോ വ്യാഴത്തിൻ്റെ പിഴവോ ഉണ്ടെങ്കിൽ നമുക്ക് ധനം വരത്തില്ല. 2
എപ്പോഴും നമ്മൾ എത്ര നമ്മളെക്കൊണ്ട് നമുക്ക് ധനം വരാനും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം ചെയ്യുക. നമ്മളെ കഴിവിന് അപ്പുറമുള്ള ധനപരമായ ബിസിനസ്സിലോ കാര്യങ്ങളിലോ ധനം മുടക്കുകയോ അതിനോ പോകരുത്. എപ്പോഴും ധനപരമായ കാര്യങ്ങളിൽ പോകുമ്പം നമ്മൾ കുറച്ചൊരു ഉപദേശം തേടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇടവക്കൂറുകാരുടെ ധനം, അതായത് എന്നെ കൺസൾട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പിന്നെ ആത്മസുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നൊരു പ്രധാന വിഷയം അതാണ് ധനപരമായിട്ടുള്ള ക്ലേശം. രണ്ടാമത്തേത് കർമ്മത്തിൽ അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ബിസിനസ്, അവർ പുതിയ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ശരിക്ക് ടെൻഷനുണ്ട്. അപ്പം അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വർഷം നമുക്ക് എങ്ങനെ ഇരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതാണ് ഞാനിന്ന് പറയുന്നത്. എന്തായാലും ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ, അതായത് 2, 3, 4 പാദം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദം. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ ഇടവക്കൂറുകാർക്ക് ധനപരമായി ഐശ്വര്യവും അനുഗ്രഹവും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗണപതിയെയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ, ഭഗവതിയെ പ്രീതിപ്പെടുത്തിയിരിക്കണം. മറ്റൊന്ന്, ഈ ധനപരമായിട്ട് ഈ വർഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട, അതായത് ധനം എന്ന് പറയുമ്പോൾ 2 വഴിയിൽ വരാം. ഒന്ന് കർമ്മത്തിലൂടെ. കർമ്മം എന്ന് പറഞ്ഞാൽ ബിസിനസ്, നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ, അതിലൂടെ ആണ് ധനം വരേണ്ടത്. ആ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് കുംഭമായതുകൊണ്ടും ആ ശനി നിങ്ങൾക്കിപ്പോൾ 11 ലാഭസ്ഥാനത്ത് വന്നുകൊണ്ടും ഇപ്പം നിങ്ങൾക്ക് ധനപരമായിട്ട് കുറേ ഉയർച്ചയും ഐശ്വര്യവും പഴയ ബാധ്യതകളൊക്കെ തീർന്ന് ഒന്നുകൂടി ജീവിതം പുഷ്ടിപ്പെടുത്താൻ പറ്റുന്ന സമയമാണ്. ബിസിനസ്സുകാരാണെങ്കിൽ അതിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. കാരണം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിങ്ങളുടെ അഷ്ടമാധിപത്യം ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ലാഭാധിപനായ വ്യാഴമാണ് നമുക്ക് ധനവും ഐശ്വര്യവും ദൈവാധീനവും ഭാഗ്യവും തരേണ്ടത്. ആ വ്യാഴം 11ാം ഭാവാധിപനായ വ്യാഴം 2 ധനസ്ഥാനത്ത് തന്നെ വന്നിപ്പോൾ. 2 എന്ന് പറയുന്നത് നമ്മുടെ ധനം, കുടുംബം, വാക്ക്, ഈ സ്ഥാനമാണ്. അതായത് നിങ്ങളുടെ പിന്നെ ഒരു വാക്ക് കൊണ്ടോ ഒരു ഇടപെടൽ കൊണ്ടോ പ്ലീസിങ്ങായി നിങ്ങൾക്ക് ധനം തരേണ്ട ആൾക്കാർ ധനം തരുന്നൊരു സമയമാണ്. അപ്പോൾ ഇപ്പോഴത് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ശുക്രനും കൂടെ അവിടെ 2 ഇപ്പോൾ ഉണ്ട് നിലവിൽ. അപ്പോൾ ഇപ്പോൾ സമയം നല്ലതാണ്. ഈ വർഷം നിങ്ങൾ തീർച്ചയായിട്ടും ധനപരമായിട്ട് ഇപ്പം നിൽക്കുന്ന കഴിഞ്ഞ കാലത്തെ കുറേ കുറവുകൾ തീർത്ത് ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ്. ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്, ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജാതകത്തിൽ ഈ ധനാധിപനായ വ്യാഴം എവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ദശാപകാരങ്ങൾ എങ്ങനെയുണ്ട്, എപ്പോഴും അതൊക്കെ നമ്മൾ ഇതിൽ, അതായത് ധനം വരും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ദശാപകാരങ്ങളിൽ 37 ദശകളാണെങ്കിൽ നമുക്കത് നന്നായിരിക്കില്ല. അതായത് നമ്മുടെ പിന്നെ ജന്മദശയിൽ അനിഷ്ടം വരുന്ന ഏതെങ്കിലും ദശാകാലമാണെങ്കിൽ അല്ലെങ്കിൽ അപകാരകാലമാണെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യില്ല. മറ്റൊന്ന്, നമ്മുടെ ജാതകാൽ പൊതുവിൽ നമ്മൾ വേദികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഈ ധനം ചിന്തിക്കേണ്ടത് 2, 6, 10 ആണ് അർത്ഥത്രികോണം. നമ്മളൊരു ജാതകത്തിൽ അർത്ഥത്രികോണം, കാമത്രികോണം, മോക്ഷത്രികോണം, ധർമ്മത്രികോണം ഇങ്ങനെയുണ്ട്. ഇതിൽ അർത്ഥത്രികോണം, അർത്ഥം എന്ന് പറയുന്നത് ധനമാണ്. അപ്പോൾ ഏത് ധനവും, വിദ്യാധനമാകട്ടെ ഏത് ധനമാകട്ടെ നമ്മളിലേക്ക് വരണമെങ്കിൽ ഈ 2, 6, 10 നന്നായിരിക്കണം. അപ്പോൾ അതിൽ 10 നമ്മളെ കർമ്മമാണ്, ഞാൻ പറഞ്ഞു, ഗുണകരമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ 6 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. 6ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. 6 എന്ന് പറയുന്നത്
ആ 6-ാം ഭാവത്തിന് നമുക്ക് അവിഹിതമായിട്ട് വരുന്ന ധന മാർഗങ്ങളും ആകാം. അപ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ അവിഹിതം എന്ന് പറയുമ്പം അതിനകത്ത് 2 മീനിങ് എടുക്കാം. അതായത് നേരായ മാർഗത്തിലല്ല എന്നും പറയാം. മറ്റൊന്ന്, നമ്മൾ അധ്വാനിക്കാതെ കയ്യിൽ വരുന്ന ധനമെന്നും പറയാം. ഇപ്പം നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അല്ലാതെ നമുക്കൊരു ഭാഗ്യം പോലെ കിട്ടുന്ന ധനമാവാം. അങ്ങനെ വരുന്ന ധനത്തിനെ നമുക്ക് എങ്ങനെ പറയാം? ഈ ലോട്ടറി അങ്ങനെയുള്ളതാണ്. നിധി കിട്ടുക എന്നൊക്കെ പറയും. നിധി കിട്ടുന്ന പോലെ, യഥാർത്ഥ നിധി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്നതൊന്നുമല്ല. നമുക്കൊരു ഭാഗ്യം കൊണ്ട് ഈ കളഞ്ഞു കിട്ടുന്ന പോലെ വരുന്നൊരു, നമ്മൾ അധ്വാനിക്കാതെ വരുന്ന ധനത്തിനെയാണ് നിധി എന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യാദൃച്ഛികമായിട്ട് എപ്പോഴും അല്ല, അതൊരു നിരന്തരമായി സംഭവിക്കുകയില്ല. യാദൃച്ഛികമായിട്ടൊരു ലോട്ടറിയൊക്കെ എടുത്താൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം വരാവുന്നൊരു സമയമാണ്. 2, നമ്മൾ ഉപേക്ഷിച്ചിരുന്ന കിട്ടില്ല എന്ന് വിചാരിച്ച ധനമൊക്കെ കയ്യിൽ വരും. പിന്നെ ബിസിനസ്സിലായാലും ജോലിയിലായിരുന്നാലും നമുക്ക് മാറ്റങ്ങൾ കൊണ്ട് ഗുണം വരുന്നൊരു സമയമാണ്. മാറ്റം വരുത്താം, ധൈര്യമായിട്ട് മാറ്റം വരുത്താം. ഒരു അസ്ട്രോളജറോടും ചോദിക്കേണ്ട. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. അസ്ട്രോളജർ അതീന്ദ്രിയ പ്രവചന ശേഷിയുള്ള ആളൊന്നുമല്ല. നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം വെച്ചിട്ട് അതിനകത്ത് ശാസ്ത്രത്തിൽ പഠിക്കുമ്പോഴേ ഗുരുസ്ഥാനീയർ ഋഷിമാർ പോലും പറഞ്ഞിട്ട് ഒട്ടൊക്കില്ല എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. പക്ഷേ ബാക്കി നമ്മളുടെ, അതായത് താമ്പാതി ദൈവംപാതി എന്ന് പറഞ്ഞാൽ യുക്തിയും ബുദ്ധിയും കൊണ്ട് അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് കർമ്മത്തിലായിരുന്നാലും ധന കാര്യത്തിലായിരുന്നാലും. ധനം എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? നമ്മൾ മറ്റുള്ളവരെ ധനപരമായി സഹായിച്ചും നമ്മുടെ ധനം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുമൊക്കെയാണ്, കടം കൊടുത്തായിരുന്നാലും സഹായിച്ചാണ് ധനം നഷ്ടപ്പെടുന്നത്. ഒരിക്കലും ഒരാളിനും ധനം കൊടുത്ത് സഹായിക്കാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അന്നവും വസ്ത്രവുമാണ്. അതിന് പുണ്യമുണ്ട്. ധനം മഹാലക്ഷ്മിയാണ്. നമുക്ക് വരുന്ന ധനത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മഹാലക്ഷ്മി നിങ്ങളെ ഒഴിഞ്ഞു പോകും. അവരുടെ പ്രാരാബ്ധം നിങ്ങളെ ബാധിക്കും. ഇത്രയും എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. രണ്ടാമത്തേത്, അതിന് എത്ര വലിയ ബന്ധുവായിരുന്നാലും അങ്ങനെയാണ് ചെയ്യണം. രണ്ടാമത്തേത്, നിങ്ങൾ ഇനി ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ധനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ജാതകാലുള്ള പൂർവ്വപുണ്യമാണ്. പൂർവ്വപുണ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവ്വപുണ്യ സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ടോ, അതായത് ഈ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് പൂർവ്വജന്മം എടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സുഹൃതക്ഷയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുഹൃതക്ഷയം സംഭവിച്ച ഒരു തറവാട്ടിലാണ് ജനിച്ചെങ്കിൽ, നമുക്ക് എത്ര ധനം വരാനുള്ള വഴികൾ വന്നാൽ അത് കയ്യിലെത്താതെ, അല്ലെങ്കിൽ വന്നാൽ അത് അനുഭവിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ എന്ത് ചെയ്യണം? സുഹൃതം വർദ്ധിപ്പിക്കണം. സുഹൃതം വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, പൂർവ്വജന്മദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുക. 1 ഡസനോളം പൂർവ്വജന്മദോഷങ്ങളുള്ളതിൽ ഗുളികദോഷം, മാരകമായ സർപ്പദോഷം, പിന്നെ ശനിപ്പിഴവ്, കർമ്മകാരകനായ ശനിയുടെ പിഴവ്, അതുപോലെ തന്നെ ധനകാരകനായ വ്യാഴത്തിൻ്റെ പിഴവ്. ഇത് വന്നുപോയാൽ ധനം നിലനിൽക്കില്ല. ചില സമയത്ത് ധാരാളം വരും, പിന്നീട് അത് നഷ്ടപ്പെടും. അപ്പോൾ അത് മാറ്റിയിരിക്കണം. പിന്നെ മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് വരുന്ന ധനത്തിൽ നിന്ന് ഒരംശം, അതായത് നമുക്കൊരു 100 രൂപ വരുമ്പോൾ അതിൽ നിന്ന് ഒരു 5 രൂപ നമ്മൾ ഈ പറഞ്ഞ പോലെ ആഹാരം വാങ്ങിക്കൊടുക്കാനോ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പ്രാർത്ഥനാലയങ്ങളിൽ കൊടുക്കാനോ മാറ്റിവെക്കുക. അപ്പോൾ നമുക്ക് ധനം നിലനിൽക്കും. മറ്റൊന്ന്, നമ്മൾ ഈ ധനം നിലനിർത്തുന്നതിന് താമ്പാതി ദൈവംപാതി എന്ന് പറയുന്നത്, നമ്മളെ യുക്തിയും ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടായിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അപ്പോഴേക്ക് ധനം നമ്മളിലേക്ക് പോസിറ്റീവായി അട്രാക്റ്റ് ചെയ്യപ്പെടും. എപ്പോഴും ഒരിക്കലും നമ്മൾ ഈ കഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും ആലോചിച്ചുകൊണ്ട് നടന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ചിന്ത നമ്മളിലേക്ക് അത് കൊണ്ടുവരും. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ഇതെല്ലാം നമ്മളിലേക്ക് വന്നെത്തും. അത് ചെയ്യരുത്. ഏതവസ്ഥകളിലും നമുക്ക് പ്രപഞ്ചം തന്നിട്ടുള്ള ഭാഗ്യങ്ങൾ ആദ്യം ആലോചിക്കുക. നമ്മളുടെ ബാക്കി കുറവുകൾക്ക് ഭഗവാൻ നമുക്ക് ഭാഗ്യം തരും എന്ന് തന്നെ ചിന്തിക്കണം. അല്ലാതെ നമ്മളെ ദുഃഖവും ദുരിതവും ആരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ദുഃഖവും ദുരിതവും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിന് അങ്ങനൊരു നീതിയുണ്ട്. ഇനി അടുത്തത്, നമ്മുടെ ജാതകാൽ എപ്പോഴും നമുക്ക് എത്ര ധനം കൈകാര്യം ചെയ്യാനുള്ള യോഗമുണ്ട് എന്ന് ചിന്തിക്കണം. അതിനനുസരിച്ച്, അല്ലാതെ നമ്മളെക്കൊണ്ട് അപ്രതീക്ഷിതമായി വലിയ ധനം വരുമെന്ന് ആരെങ്കിലും പറഞ്ഞ് അതിൽ പോയി ഇറങ്ങി വലിയ ധനനഷ്ടം സ്വയം വരുത്തി വയ്ക്കരുത്. അതായത് നമുക്ക് പണ്ടുള്ളവർ പറയില്ലേ, ഈ കൊഞ്ചൻ ചാടിയാലും ചട്ടിയോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്ക് ഓരോരുത്തർക്കും എത്ര ചാടാമെന്നുള്ളതിൻ്റെ കപ്പാസിറ്റി ആ പ്രപഞ്ച ശക്തി നിശ്ചയിച്ചിട്ടുണ്ട്. അത് അത്രേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ടാറ്റയോ ബിർളയോ അല്ലെങ്കിൽ റിലയൻസ് അംബാനിയോ ഒക്കെ അത്രയും വലിയ ബിസിനസ് ചെയ്യുന്ന അവരുടെ ജന്മനാൽ പൂർവ്വജന്മ പുണ്യം കൊണ്ട് ജന്മനാൽ കൊടുത്തിരിക്കുന്ന ഇതാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പം യേശുദാസ് പാടുമ്പോൾ നമുക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കഴിവും കപ്പാസിറ്റിയും നമ്മുടെ ജാതകം കൊണ്ട് കണ്ടുപിടിക്കണം. അതിന് ഇന്ദുലഗ്നവും പിന്നെ നമ്മുടെ ജാതകാൽ സപ്പോർട്ട് ചെയ്യുന്ന ക്ഷേമ നക്ഷത്രങ്ങൾ, ധനനക്ഷത്രങ്ങൾ, പിന്നെ നമ്മുടെ ജാതകാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ധനലഗ്നം, ഇതൊക്കെ കണ്ടെത്തി അത് ആ ഗ്രഹങ്ങളെ സപ്പോർട്ട് നേടി പോകുമ്പം വലിയ കഷ്ടനഷ്ടം വരാതെ മുന്നോട്ട് പോകാം. പിന്നെ ബാക്കി നിങ്ങളുടെ യുക്തി ബുദ്ധിയാണ്. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക്, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം നിങ്ങൾക്ക് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്താൽ നന്നായിട്ട് ബിസിനസ്സിലൂടെ ആയാലും ജോലിയിലൂടെ ആയിരുന്നാലും ധനം വരുത്താൻ കഴിയുന്ന സമയമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാൻ അതിനുള്ള അനുഗ്രഹം തരട്ടെ. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നമ്മൾ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതായത് 3ഉം 4ഉം പാദം, തിരുവാതിര, മകയിരം, തിരുവാതിര, പിന്നെ പുണർദമാണ്. പുണർദത്തിൻ്റെ മുക്കാല്, അതായത് 1, 2, 3 പാദങ്ങൾ, ഇത്രയും ചേരുന്ന മിഥുനക്കൂറുകാർ അവരുടെ ഈ വർഷത്തെ ധനപരമായ അവസ്ഥ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റസ് എങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നിങ്ങളോട് ഒരു വലിയ നന്ദി കടപ്പാട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജ്യോതിഷ കൈരളി ചാനലിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയുടെ നാമത്തിൽ നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ധനം എന്ന് പറയുന്നത് ഭൂമിയിൽ നിലനിൽക്കാൻ നമുക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ 7ഉം 10ഉം ഭാവാധിപത്യമുള്ള വ്യാഴം ഇപ്പോൾ ജന്മത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നഷ്ടസ്ഥാനത്തായിരുന്നു. അപ്പം ഒരുപാട് കഷ്ടതകളും ഒക്കെ മാറി ധനപരമായിട്ട് ക്രമേണ പുഷ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ പുലർത്തിയാൽ, അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തിയാൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയും അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി മാറി പുതിയ ജോലിയിലേക്ക് നീങ്ങാൻ തയ്യാറായാൽ നിങ്ങൾക്ക് 2026 മാർച്ചോടുകൂടിയൊക്കെ ഈ ധനകാരകനായ വ്യാഴം നിങ്ങളെ സഹായിക്കാനായിട്ട് 2ലേക്ക് വരും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർത്ഥ ത്രികോണത്തിൽ 2, 6, 10 അർത്ഥ ത്രികോണം. അതിൽ ധനം, കുടുംബം, വീട് സ്ഥാനത്തേക്കാണ് വരുന്നത്. ധനപരമായിട്ട് അന്ന് നിങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ പദ്ധതികൾ, പുതിയ കാര്യങ്ങൾ തുടങ്ങാം. ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആലോചിക്കാം. നിങ്ങളുടെ പുതിയ എല്ലാ സംരംഭങ്ങൾക്കും അന്ന് ഗംഭീരമായ ഐശ്വര്യം ഭഗവാൻ തരും. അപ്പോഴും ഞാൻ ഒന്നുകൂടി പറയുന്നു, ജ്യോതിഷം ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അവിടെ നമ്മൾ 2 കാര്യം നോക്കണം. നമ്മുടെ സ്വന്തം ജാതകത്തിൽ ഈ ധനസ്ഥാനം എങ്ങനെയുണ്ട്, എല്ലാ ജാതകക്കാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ധനനക്ഷത്രങ്ങളുണ്ടായിരിക്കും. അതായത് അത് കൂറിനല്ല, ഓരോ ഇപ്പോൾ നമ്മൾ പിന്നെ പുണർദം നക്ഷത്രം എന്ന് പറഞ്ഞാൽ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച 100 പേരുണ്ടെങ്കിൽ അവർക്കെല്ലാം അവരുടേതായ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ധനനക്ഷത്രക്കാരുണ്ടാവും. ധനനക്ഷത്രം വരുന്ന ആ ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് നല്ലതാണ്. അതുപോലെ ഇന്ദുലഗ്നം എടുത്താൽ അവരുടെ ധനം സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രഹം ഏതെന്ന് കണ്ടെത്താം. ആ ഗ്രഹത്തെ ബലപ്പിച്ചാൽ ഗുണം ചെയ്യും. പിന്നെ നിങ്ങളുടെ ജാതകത്തിലെ കൂറ് രാശി കണ്ടെത്തിയിട്ട് ആ ധനരാശിക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം. എന്ത് തന്നെ ആയിരുന്നാലും ശരി, മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ദേവി, അതായത് ഭഗവതി, ത്രിപുരസുന്ദരി, അതുപോലെ തന്നെ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭജിക്കുന്നവർക്ക് നിങ്ങളുടെ ജാതകാൽ കുറച്ച് സപ്പോർട്ട് എപ്പോഴും ധനപരമായിട്ടുണ്ടായി വരും. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ ജാതകത്തിൽ പിന്നെ
നിങ്ങളുടെ ദശ അപഹാരങ്ങൾ കൂടെ എപ്പോഴും പരിശോധിക്കണം. കാരണം ധനം വരാനുള്ള വഴികളും വന്നാൽ മാത്രം പോരാ, അത് നിലനിർത്താൻ കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ അവിടെ ഈ നിങ്ങളുടെ ജന്മനാൽ ഉള്ള 3-മത്തെയോ 5-മത്തെ 7-മത്തെയൊക്കെ ദശ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആ സമയത്ത് നമ്മൾ അനാവശ്യമായ വലിയ സാമ്പത്തിക ഇടപാടുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കടം മറിക്കൽ തിരിക്കലിൽ നിന്നും പോയി ഇറങ്ങരുത്. അത് പിന്നെ ജീവിതത്തെ തന്നെ തകർക്കും. പ്രത്യേകിച്ചും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരംശം സഹായം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അത് അന്നം വാങ്ങിക്കൊടുക്കുക, ക്ഷേത്രങ്ങളാണെങ്കിൽ ദീപം തെളിക്കാൻ എണ്ണ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിലാണെങ്കിൽ പള്ളികളിലൊക്കെ ആണെങ്കിൽ അവിടെ എന്താണോ ആവശ്യമുള്ളത്, മെഴുകുതിരിയോ അതുപോലെ ദീപത്തിനുള്ള വഴി നമ്മൾ ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുണ്യം നമുക്ക് വരും. നമ്മുടെ വരുമാനത്തിൻ്റെ, അതായത് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ 5 രൂപ നിങ്ങൾ ഇങ്ങനെയുള്ള ചാരിറ്റിക്ക് മാറ്റി വയ്ക്കുക. ഒരിക്കലും ഒരു വ്യക്തിയെയും ധനപരമായിട്ട് സഹായിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, വസ്ത്രമോ അന്നമോ മാത്രമേ കൊടുക്കാവൂ. ധനപരമായിട്ട് സഹായിച്ചാൽ മഹാലക്ഷ്മിയാണ് നിങ്ങളെ അടുത്തുനിന്ന് പോകും. പിന്നെ നമ്മൾ കടം വന്നു അല്ലെങ്കിൽ കഷ്ടം വന്നു നമ്മളെ ധനം നഷ്ടപ്പെട്ടൊന്നും നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നതിൽ ഏകദേശം ഒരു 70% ആൾക്കാരും ഇതുപോലെ അബദ്ധം വന്ന് കയ്യിൽ നിന്ന് കാശ് പോയവരാണ്. ഇനി അങ്ങനെ വരാതിരിക്കട്ടെ ഇനിയെങ്കിലും ഉള്ളവർക്ക്. രണ്ടാമത്തേത്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ജ്യോതിഷം ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. താമ്പാതി ദൈവം പാതിയാണ്. അപ്പം നമ്മൾ മെൻ്റലി നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കണം, എന്ത് നിൽക്കണം, പോസിറ്റീവ് തിങ്കിങ് വരാൻ എന്ത് ചെയ്യണം? എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആണ് നമുക്ക് ധനവും ഐശ്വര്യം ഉണ്ടാക്കുന്നത്. കുറച്ച് പ്രാർത്ഥന, കുറച്ച് മെഡിറ്റേഷൻ, പിന്നെ പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള മോട്ടിവേഷൻ കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുക. ഇപ്പം ഒരു ഡോക്ടർ ജയപ്രകാശ് സാറിനെ പോലുള്ള മഹാത്മാക്കളുടെ വീഡിയോസ് കിട്ടും, ഞാൻ എൻ്റെ ക്ലയൻസിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഹരിദാസ് സാറിനെ പോലുള്ള ആത്മീയ ഗുരുക്കന്മാരുടെ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കണം, നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ നമ്മൾ ഒരു മെഡിറ്റേഷൻ, അതായത് ധ്യാനം ഏതെങ്കിലും വഴിയിൽ കുറച്ച് ചെറിയ രീതിയിൽ തുടങ്ങി അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് തന്നെ നമ്മൾ എവിടെ നിൽക്കണം വേണ്ട എന്നുള്ളൊരു ബോധം നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം സെൽഫായിട്ട് പ്യൂരിഫൈ ചെയ്യുക, എന്നാലേ നമ്മളിലേക്ക് ധനവും എല്ലാം വരുള്ളൂ. തീർച്ചയായിട്ടും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ നല്ലതാണ്. അടുത്ത വർഷം കുറച്ചുകൂടെ നന്നായിരിക്കും. എന്തായാലും നിങ്ങളുടെ കടങ്ങളും ബാധ്യതകളും ഒക്കെ തീർന്ന് ധനപരമായിട്ട് ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് കളയരുത്. രണ്ടാമത്തേത്, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, എങ്കിലേ നിങ്ങളിലേക്ക് ധനവും ഐശ്വര്യവും വരുള്ളൂ. അതായത് പ്രപഞ്ചം എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങിൽ ഉള്ളവർക്ക് മാത്രമേ ഈ ധനവും ഐശ്വര്യവും കൊടുക്കുകയുള്ളൂ. മറ്റൊന്ന്, നമ്മളെപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും കുറവ് തോന്നിയാൽ അടുത്ത കർമ്മത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ നല്ല ജോലികൾ കണ്ടെത്തി അതിന് പറ്റുന്ന സമയമാണ്. പ്രത്യേകിച്ചും മിഥുനക്കൂറുകാരെയൊക്കെ സംബന്ധിച്ച് വിദേശയോഗവും അന്യദേശവും കൊണ്ട് രക്ഷപ്പെടുന്നവരാണ്. അതിനൊക്കെ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ട് വളരെ മാറ്റം വരുന്ന അവസ്ഥയാണ്, അത് ഉപയോഗപ്പെടുത്തണം. കർക്കിടകക്കൂറുകാരുടെ ധനവും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ ബിസിനസ്, അപ്പോൾ ധനവും കർമ്മവും എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മളത് ചിന്തിക്കുന്നത്. അത് പറയാൻ കാരണം, നമ്മുടെ ചാനലിൽ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഏകദേശം ഒരു 90% ആൾക്കാർക്കും അവരുടെ കർമ്മവും ധനവുമാണ് പ്രധാന വിഷയം. ധനം എന്ന് പറയുന്നത് നമുക്ക് കുറേ പൂജ ചെയ്താലോ മന്ത്രം ചെയ്താലോ ജ്യോതിഷം നോക്കിയിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ ഒന്നും വരുന്ന കാര്യമല്ല. ധനം എന്ന് പറയുന്നത് ആ പ്രപഞ്ചശക്തി, ആ ഓൾമൈറ്റി നമുക്ക് തരണമെങ്കിൽ എങ്ങനെ തരും? നമ്മുടെ ബുദ്ധിയും നമ്മുടെ കർമ്മശക്തിയും കൊണ്ട് നമുക്ക് തരണം. അപ്പം നമ്മൾ കർമ്മശക്തി കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ജോലി ആക്റ്റീവായിട്ട് ചെയ്യുക, പിന്നെ നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നൊന്ന്, അതിനകത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സമയം നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. അതിൽ യുക്തിയും ബുദ്ധിയും വേണം. നിലവിലുള്ള ജോലി മാറണോ വേണ്ടേ, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വരുത്തണോ വേണ്ടേ, ബിസിനസ്സിൽ ആരെ വിശ്വസിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് പാർട്ണറെ കണ്ടെത്തണോ വേണ്ടേ, ഇങ്ങനെ നമ്മൾ തന്നെ ഇംപ്രവൈസ് ചെയ്യുക. അതായത് അവനവൻ്റെ ധനവും ഐശ്വര്യവും ജീവിത വിജയവും ഒറ്റ കാര്യത്തിലാണ് ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ദൈവാധീനം എന്നുള്ള പ്ലാനിങ്ങും പിന്നെ നമ്മളെ ബുദ്ധിയാണ്. ഈശ്വരൻ നമ്മളെ അടുത്ത് വന്നു നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല.
നമുക്കൊന്നും പറഞ്ഞു തരില്ല. പകരം നമുക്ക് ബുദ്ധിയായിട്ടും നമ്മുടെ പ്ലാനിംഗ് ആയിട്ടും ഈശ്വരൻ വിളങ്ങും. ആ പ്ലാനിങ്ങും ബുദ്ധിയാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷത്തിൽ നമുക്ക് അതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ സമയമായോ ഇല്ലയെന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പോഴും സമയം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്നാൽ പിന്നെ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 12 നഷ്ടസ്ഥാനം നിൽക്കുകയാണ്. വ്യാഴം 12 അപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ, വലിയ പിന്നെ സാമ്പത്തിക ബാധ്യതയൊന്നും വരുത്താതെ, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നീക്കി പോവുക. അപ്പോഴേക്ക് ഇത് വ്യാഴം പിന്നെ ജന്മത്തിലേക്ക് എത്തുമ്പോൾ കുറേ കൂടെ ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അതായത് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്, കർക്കിടകക്കൂറുകാരുടെ കർമ്മം നിശ്ചയിക്കേണ്ടതിൽ പ്രധാന പങ്കുള്ളത് സുബ്രഹ്മണ്യ സ്വാമിക്കും അതുപോലെ തന്നെ ദേവിക്കുമാണ്. സുബ്രഹ്മണ്യ പ്രീതി വരുത്തിയാലേ നിങ്ങൾക്ക് കർമ്മം വിജയിക്കുകയുള്ളൂ. രണ്ടാമത്തേത് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം വേണം എപ്പോഴും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അത്തരം ദൈവാധീന മാർഗങ്ങൾ സ്വീകരിക്കുക. പിന്നെ രണ്ടാമത്തേത്, ഇപ്പോഴത്തെ ഈ വർഷത്തെ ഇതിനകത്ത് ഇത് മാത്രമല്ല, നിങ്ങളുടെ ജാതകാൽ നിങ്ങൾക്ക് എത്ര ധനം കിട്ടാൻ യോഗമുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ യോഗങ്ങളുണ്ട്, ആ യോഗങ്ങൾ ഫലിക്കുമോ ഇല്ലയോ നോക്കണം. യോഗങ്ങളെന്ന് പറയുമ്പോൾ ഒരാളിന് ഒരു ജാതകാൽ 1 ഡസൻ ഭാഗ്യയോഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതായത് കോടീശ്വര യോഗം, അർദ്ധസിദ്ധികര യോഗം, സാമ്രാജ്യ യോഗം, രാജയോഗം, ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ പോസിറ്റീവ് യോഗങ്ങളെ ഹനിക്കുന്ന രീതിയിൽ നെഗറ്റീവ് മാർക്കുള്ള സാധനങ്ങളും കാണാം ചിലപ്പോൾ. അധമയോഗം, ശകടയോഗം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ പറയില്ലേ, നമുക്ക് എത്ര ഉയരത്തിൽ ചാടാം അല്ലെങ്കിൽ എത്ര ദൂരത്തിൽ ചാടാം എന്ന് നമ്മളല്ല ചിന്തിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം, പക്ഷേ നമ്മളല്ല നിശ്ചയിക്കുന്നത്. ആ വിധിയാണ്. വിധി എന്ന് പറയുന്നത് ആ പ്രപഞ്ചശക്തിയാണ്. അപ്പോൾ ആ പ്രപഞ്ചശക്തിക്ക് അപ്പം നമ്മളെ കഴിവിന് അപ്പുറം ചാടുമ്പോഴാണ് വീണ് പോണത്. അപ്പോൾ അത് ചെയ്യരുത്. അപ്പോൾ അതിലൊരു ഗൈഡ് ലൈൻ തരാനാണ് ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരാൾ ചോദിക്കുന്നു, ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് നിർത്തി വെച്ചിട്ട് ഒരു ബിസിനസ്സിലേക്ക് പോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബിസിനസ് ചെയ്യാൻ യോഗം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അവിടെ ബിസിനസ്സിലൂടെ ധനം വരാൻ യോഗം ഉണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടും നിശ്ചയിക്കുമ്പോൾ അവിടെ നിശ്ചയിക്കേണ്ട ഒരു കാര്യം വേറെ ഒന്നുമല്ല, ഈ ബിസിനസ്സിലൂടെ ധനം വന്നാൽ മാത്രം പോരാ, അത് നിലനിൽക്കുമോ നോക്കണം. അതിന് അയാളുടെ ഇന്ദുലഗ്നം കണ്ടെത്തണം. പിന്നെ ആ ജാതകക്കാരൻ്റെ ജാതകാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ധനനക്ഷത്രക്കാരൊക്കെയാണ്, ധനനക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ പിന്നെ ധന രാശി ഏതാണ് ആ വ്യക്തിക്ക്, അത് ബേസ് ചെയ്ത് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അത് കൊണ്ടുപോയാലും അയാളങ്ങ് ഭാഗ്യവാനാകുമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയും അയാളുടെ ദശാപകാരങ്ങൾ നോക്കണം. കാരണം അയാളുടെ ജന്മ ദശയുടെ, ശിഷ്ടദശയുടെ, അയാൾ ജനിച്ച സമയത്തുള്ള ദശയുടെ പിന്നീട് വരുന്ന 3, 5, 7 ദശകളിൽ വലിയ കാര്യങ്ങളും ചെയ്യരുത്, വീഴ്ചകൾ വരും. അവിടെ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധ പുലർത്തണം, എവിടെയൊക്കെ പിന്നെ പാളിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു ഗൈഡ് ലൈൻ മാത്രമാണ് ജ്യോതിഷം. അല്ലാതെ ജ്യോതിഷന് അതീന്ദ്രിയ സിദ്ധികളൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാനും. ഈ ലോകത്തെ എല്ലാ ജ്യോതിഷന്മാരും അങ്ങനെ തന്നെയാണ്. നമുക്ക് പിന്നെ അങ്ങനെ ഒരാളിനെ ഒരു പ്രഡിക്ഷൻ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളിനെ കോടീശ്വരനാക്കാൻ കഴിവുള്ള ഒരു ജ്യോതിഷനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് ആ ജ്യോതിഷനടുത്ത് ചോദിക്കാം. കാരണം എന്നാൽ പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടെ? ഇപ്പോൾ എന്നോടൊരു വ്യക്തി ഒരു കൺസൾട്ട് ചെയ്ത കൂട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, സാറേ എനിക്ക് ഈ വർഷം ഒരു നമ്പർ എടുത്തു തരുമോ, ഒരു ലോട്ടറി എടുക്കാനാണ്, എനിക്കത് അടിക്കണം ഉറപ്പായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആര് പറഞ്ഞത് നിങ്ങൾക്ക്? അല്ല, പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചില ജ്യോതിഷന്മാർ പറയുന്നുണ്ട് അവരെടുത്തു കൊടുക്കുന്ന നമ്പറിന് ലക്ഷങ്ങളും കോടികളും അടിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമോ, ആ ജ്യോതിഷം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽസ് തരാം, അത് വെച്ചിട്ടൊരു നമ്പർ എടുത്തു തരുമോ എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വേണ്ട, വിദേശത്ത് നിന്ന് ഓൺലൈനിലൊരു ലോട്ടറി എടുക്കാം. അപ്പോൾ ഞാൻ കോടീശ്വരനാവുമല്ലോ, പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പം അബദ്ധങ്ങൾ ചിന്തിക്കരുത്. ജ്യോതിഷം ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, ആരും അതീന്ദ്രിയല്ല. നമുക്ക്
നമ്മുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണം. ദൈവാധീനം എന്ന് പറയുന്നത് നമുക്ക് 2 കാര്യങ്ങളുണ്ടെങ്കിലേ ദൈവാധീനമായുള്ളൂ. എന്താണ്? ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്. അത് ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം അപ്ലൈ ചെയ്യുന്നവൻ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഇന്ന് വിജയിച്ചിട്ടുള്ള പിന്നെ യൂസഫ് അലി സാറായാലും അംബാനി ആയിരുന്നാലും രവിപിള്ള ആയിരുന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു സുപ്രഭാതത്തിൽ മഹാഭാഗ്യം ഈശ്വരൻ കൊണ്ട് കൊടുത്തതൊന്നുമല്ല. അവരുടെ പ്ലാനിങ്, യുക്തിയും ബുദ്ധിയും കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഈ ലെവലിലെത്തിയത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ആകണം. പിന്നെ വളരെ അപൂർവം ജാതകങ്ങളിൽ വളരെ വലിയ ശ്രേഷ്ഠാവസ്ഥയിലെത്താൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഉണ്ടെന്ന് കരുതിയിട്ട് അവർ മിണ്ടാതിരുന്നിട്ടും കാര്യമില്ല. അവരതനുസരിച്ച് പരിശ്രമിക്കണം. അപ്പം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ധനം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരാനുള്ള മാർഗ്ഗങ്ങൾ യുക്തിയും ബുദ്ധിയും കൊണ്ട് അപ്ലൈ ചെയ്യുക. അത് ജോലിയിലായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞല്ലോ അർത്ഥത്രികോണത്തിൽ 2 മാത്രമല്ല 6 എന്ന് പറഞ്ഞാൽ അവിഹിത മാർഗ്ഗത്തിൽ കൂടെ നമുക്ക് ധനം വരാൻ ചിലപ്പോൾ യോഗം ഉണ്ടാകും. അവിഹിതം എന്ന് പറയുമ്പോൾ കള്ളപ്പണമല്ല. അവിഹിതം എന്ന് പറയുമ്പം നമ്മൾ അധ്വാനിക്കാതെ വരുന്ന ധനത്തെയും അവിഹിതമെന്ന് പറയാം. അങ്ങനെ വരാം. ലോട്ടറി അടിച്ചാൽ അത് അവിഹിതമാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ല. ഇങ്ങനെ വരാനുള്ള യോഗമുള്ളവരുണ്ട്. അതുപോലെ 10 കർമ്മം കൊണ്ട് നമുക്ക് ധനം വരാം. ഈ വന്നാൽ പോരെ, നിലനിർത്തുകയും വേണം. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന ധനത്തിൽ നിന്ന് ഒരു 5%, 100 രൂപ വരുമ്പോൾ 5 രൂപ നമ്മൾ മറ്റുള്ളവർക്ക് അന്നദാനത്തിന് കൊടുക്കുക, അന്നം വാങ്ങി കൊടുക്കുക, അല്ല ധനം കൊടുക്കരുത്. പിന്നെ പ്രാർത്ഥനാലയങ്ങളിൽ ദീപം തെളിക്കാനുള്ള വഴി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. അന്നം ബ്രഹ്മമാണ്, ദീപവും ബ്രഹ്മമാണ്. കാരണം എത്ര ഇരുട്ടത്ത് നമ്മളൊരു തീപ്പെട്ടി വരച്ചാൽ അപ്പോഴവിടെ വെളിച്ചം വരികയാണ്, ബ്രഹ്മത്തിന് തുല്യമാണ്. അതിലൂടെ നമ്മൾ പ്രാരാബ്ധം എരിഞ്ഞു തീരും. നിങ്ങൾ പണമായിട്ടാണ് കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചാൽ നിങ്ങളിൽ നിന്ന് മഹാലക്ഷ്മി പോകണമെന്ന് വിചാരിച്ചോളണം. നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളായിരുന്നാൽ പോലും ധനപരമായിട്ട് ആരെയും സഹായിക്കരുത്. സഹായിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യരുത്. ഇത് ഞാൻ പറയാൻ കാരണം എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഒരു 80% ആൾക്കാർ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റി കാശ് പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ധനം തരുന്നത് നിങ്ങളെ പൂർവ്വപുണ്യം കൊണ്ടാണ്. ആ പുണ്യം കൊണ്ട് ഈശ്വരൻ തരുന്ന ധനം നിങ്ങൾ അനുഭവിക്കണം, നിങ്ങളെ കുടുംബം അനുഭവിക്കണം. മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രാരാബ്ധം അവരിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണ്. അത് ശരിയായ മാർഗ്ഗമല്ല. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മത്തിൽ വേണ്ട മാറ്റം വരുത്താവുന്ന സമയമാണ്. അതായത് ജോലിയിലാണെങ്കിൽ പുതിയ ജോലികൾക്ക് ശ്രമിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷൻ നോക്കിയാൽ കിട്ടിയില്ലെങ്കിൽ ഉള്ള ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ കിട്ടുന്ന സമയമാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ വ്യാഴമേ 12 പോയുള്ളൂ. നിങ്ങളുടെ കർമ്മസ്ഥാനം നല്ലതാണ്. ആ ചൊവ്വ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയെ ആശ്രയിച്ചാൽ മതി. രണ്ടാമത്തേത്, നിങ്ങളുടെ ജാതകാൽ നിങ്ങൾക്ക് കർമ്മത്തിൽ മാറ്റം, അതുപോലെ തന്നെ ധനം വരാനും നിലനിർത്താനും എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പൂർവികരായ കുറച്ച് പക്വതയുള്ള ഒരു അസ്ട്രോളജറെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ജാതകം കാണിച്ചിട്ട് ഈ ധനവിഷയം മാത്രം ചോദിക്കണം, അല്ലെങ്കിൽ ജോലി മാത്രം ചോദിക്കണം. എല്ലാം കൂടി ചോദിക്കരുത്. എനിക്ക് ജോലി കിട്ടുമോ, പിന്നെ ഭാര്യയായിട്ട് വഴക്കുണ്ടാവോ, നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടോ, ഇതെല്ലാം കൂടെ ചോദിച്ചാൽ അവർ ഏകദേശം പെരിഫറലായിട്ട് പറഞ്ഞു പോകും. ഒരു വിഷയം സ്പെസിഫൈ ചെയ്ത് ചോദിക്കണം. ആ വിഷയത്തിൻ്റെ ഉത്തരം എടുക്കണം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തരാൻ പറയണം. അപ്പോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്ത് നമ്മൾ അതിനകത്ത് ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള നല്ല മോട്ടിവേഷൻ വീഡിയോകൾ കാണുക. ഡോക്ടർ ജയപ്രകാശ് സാറിനെ പോലുള്ള നല്ല അനുഗ്രഹീതരുടെ വീഡിയോകൾ യൂട്യൂബിലുണ്ട്, അത് കാണുക. ശരത് ഹരിദാസിനെ പോലുള്ള മഹാത്മാക്കളുടെ ആത്മീയ വീഡിയോകളുണ്ട്, കാണുക. നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യും. എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്ര ഇടപെടണം വേണ്ട. നിങ്ങളെ കർമ്മവും നിങ്ങളെ ജീവിതവും നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങളെ സമയം വേസ്റ്റ് ആക്കാതെ എങ്ങനെ ഉപയോഗിക്കാം എങ്കിൽ അതിൽ നിന്ന് ധനപരമായിട്ടും നാളെ ജീവിതത്തിൽ പൊസിഷൻ കൊണ്ട് നിങ്ങൾ ഉയർച്ചയിലെത്തും. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നല്ലതേ വരുള്ളൂ. കന്നിക്കൂറുകാരുടെ ഈ വർഷത്തെ, അതായത് ധനപരമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മത്തിൽ, ബിസിനസ്സിലായാലും ജോലിയിലായിരുന്നാലും സർവീസിലായിരുന്നാലും നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ധനം വരണമെങ്കിൽ നമ്മുടെ കർമ്മത്തിലൂടെ, ജോലിയിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ്, അത് ഏത് വഴിക്ക് വരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ മാത്രം വെച്ചിട്ടല്ല. എപ്പോഴും നമ്മുടെ ജാതകാൽ
ജാതകാൽ നമ്മളെപ്പോഴും വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നോക്കി ഏത് വിഷയം പഠിപ്പിക്കണമെന്ന് പല രക്ഷിതാക്കളും ചോദിക്കുക. അതിൻ്റെ കാരണം അവർക്ക് ഏത് കർമ്മ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയുമോ അതനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ജാതകാൽ ഏത് കർമ്മ മേഖലയായിരിക്കും യോജിച്ചത് അവിടെ നിന്നാണ് നമുക്ക് ധനം വരേണ്ടത്. ഇത് പറയാനൊരു കാരണമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തും എൻ്റെ ഒരു പിന്നെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് ഒരു തിരിച്ചറിവ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത കർമ്മം തെറ്റിപ്പോയി. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി സാറിന് എന്ത് പറ്റിയത്? അത് ഞാൻ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു ക്രൈസ് കയറി അത് വിട്ടിട്ട് ഞാൻ കലാരംഗത്തേക്ക് തിരിച്ചു അതിനകത്ത് എനിക്ക് കുറച്ച് കലയിൽ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ പോയി. ചെറിയ വേഷങ്ങളും കോമഡി ഇതൊക്കെ ചെയ്തു, കുറേ സ്കിറ്റുകൾ ചെയ്തു. അങ്ങനെ വന്ന് പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ആ ജോലി അങ്ങ് വിട്ടു. പക്ഷേ ഞാൻ ചെയ്ത ഈ കലാരംഗത്ത് എനിക്ക് അതിൽ നിന്ന് വേണ്ടത്ര വരുമാനം ഉണ്ടാക്കാനും പറ്റിയില്ല, അതിൽ വിജയിച്ചുമില്ല, എൻ്റെ ജോലി അങ്ങ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നിലധികം കർമ്മം പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ധനാഗമം ഉണ്ടാക്കുന്ന കർമ്മം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അതിലേക്ക് തിരിയുന്നത് മിടുക്കരാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു പിന്നെ ഗുരുസ്ഥാനീയനായിട്ട് തന്നെ അദ്ദേഹം ശരിക്കും സർവീസിലായിരുന്നു, ഗവൺമെൻറ് സർവീസിൽ വളരെ നല്ല ഇതായിട്ട് ഇരുന്നു. അദ്ദേഹം പിന്നെ IAS ഒക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം അസ്ട്രോളജി നന്നായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ന്യൂമറോളജിയിൽ ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലിയും ധനാഗമനത്തിനുള്ള മാർഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർക്കാർ സർവീസ്. മറ്റേത് അദ്ദേഹത്തിൻ്റെ പാഷനായിരുന്നു. അപ്പം നമ്മുടെ പാഷനായിട്ടുള്ള കർമ്മവും അല്ലാത്തത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തേത് ബിസിനസ്സിൽ തന്നെ വരുന്നു. നമ്മൾ ഒരു ബിസിനസ് ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരോ നമുക്കറിയാവുന്ന ആൾക്കാർ അതിലേക്ക് നമ്മളെ വലിച്ചിറക്കും. പക്ഷേ നമ്മളതിനകത്ത് നോക്കേണ്ടത് കുറച്ച് പോകുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ അങ്ങ് വിട്ടിട്ട് നമുക്ക് ഏത് ബിസിനസ് യോജിക്കും, അല്ലെങ്കിൽ ബിസിനസ്സാണോ ജോലിയാണോ യോജിക്കുന്നത്. അതോ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അറിയാവുന്ന പിന്നെ ഒരു ആത്മ സുഹൃത്ത് എന്നോട് ചോദിച്ചു. പുള്ളി നല്ല മിടുക്കനായ പ്രഗത്ഭനായ ഒരു നല്ല ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ പിന്നെ ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ, വിദേശത്ത് പോകണോ, അതേ ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആ ജാതകം നോക്കിയപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് ഗംഭീരമായിട്ട് ധനം വരാനുള്ള യോഗമുണ്ട്. കാരണം ഒരു ജാതകത്തിൽ ധനത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാന ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വജന്മ ശാപങ്ങളും ദുരിതങ്ങളുമാണ്. പിന്നെ അല്ലെങ്കിൽ ജനിച്ച തറവാട്ടിൻ്റെ ശാപങ്ങളാണ്. അത് ഏകദേശം 1 ഡസനോളം ഉണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് സർപ്പദോഷം, ഗുളികദോഷം, വ്യാഴപ്പിഴവ്, ശനിപ്പിഴവ് ഇതൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഗുളികൻ 11 ലാഭസ്ഥാനത്ത് ഒറ്റയ്ക്കാണ്. ഈ ഗുളികൻ ഏറ്റവും നന്നായിരിക്കുന്നത് 11 ലഗ്നത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ രാജയോഗ തുല്യമായിട്ടുള്ള ധനം കൊണ്ടു കൊടുക്കും. അപ്പോൾ ഗുളികദോഷം ഇല്ല, മാത്രമല്ല 11 ധാരാളം ധനം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥാനത്ത്. മാത്രമല്ല വ്യാഴപ്പിഴവില്ല. വ്യാഴം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ധനകാരകനും ധനവും ഐശ്വര്യവും ഭാഗ്യം തരുന്ന സർവേശ്വരകാരകനാണ്. വ്യാഴം അദ്ദേഹത്തിന് ഭാഗ്യസ്ഥാനത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ തന്നെ തുടങ്ങാം, വിദേശത്തൊന്നും പോകണ്ട. അദ്ദേഹം അങ്ങനെ ചെറിയ ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്ക് പോലെ ആദ്യം തുടങ്ങി. പിന്നെ അതിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പം നല്ല ഹോസ്പിറ്റലായി മാറി. ശരിക്കും അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഏകദേശം ഒരു 10-50 സ്റ്റാഫുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ അതെന്തുകൊണ്ട്? ആ സമയത്ത് നമ്മൾ വേണ്ടതുപോലെ ചെയ്ത് അതിന് മറ്റൊന്ന്, നമ്മളിൽ ധനം വരണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് ഈ പ്രപഞ്ചത്തിലെല്ലാം തരുന്നത് ആ ആൾമൈറ്റിയാണ്, പ്രപഞ്ചശക്തിയാണ്. അപ്പോൾ പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യുന്നിടത്ത് ധനം നിൽക്കുകയുള്ളൂ. ഇനി ധനം വന്നാൽ തന്നെ നിലനിൽക്കണോ, മഹാലക്ഷ്മിയാണ്. നമ്മൾ ആ ധനം കൊണ്ട് മറ്റുള്ളവരെ ധനപരമായിട്ട് സഹായിച്ചാൽ ധനം നിലനിൽക്കില്ല. എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ഓരോരുത്തർ കഷ്ടപ്പാടും കഷ്ടവും ദുരിതവും പറയുമ്പം കടമായിട്ടോ അല്ലാതെ ധനം കൊടുത്ത് സഹായിക്കാമെന്ന്. അത് മണ്ടത്തരമാണ്. നിങ്ങൾ ധനം കൊടുത്ത് ആരെയും സഹായിക്കരുത്. ഒറ്റ കാര്യമേ ചെയ്യാവൂ. മറ്റുള്ളവർക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ആഹാരം വാങ്ങിക്കൊടുക്കുക, അന്നം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 5% അതിന് മാറ്റി വയ്ക്കാവൂ. ബാക്കി 90% നിങ്ങളെ
അടുത്ത തലമുറ കുട്ടികളും കുടുംബവും നിങ്ങളെ ലൈഫ് പാർട്ണർ അനുഭവിക്കേണ്ടതാണ്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കി കളയുകയാണെങ്കിൽ നിങ്ങളോട് ധനം നിൽക്കുകയില്ല. ഇത് എവിടെ വേണോ എഴുതി വെച്ചോ, അനുഭവമുള്ളവരുടെ ഇതെടുത്ത് നോക്കൂ. മറ്റൊന്ന്, നമ്മളെപ്പോഴും നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് ധനം വരുന്നവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരണം. കണ്ടാ, എൻ്റെ ഒരു കൂട്ടുകാരന് അയാൾ രക്ഷപ്പെട്ടു, ധനം വന്നു, നന്നായി, ഒന്നുമില്ല, ഇനി കടം ചോദിക്കാൻ നമ്മുടെ അടുത്ത് വരില്ലല്ലോ, അയാൾ നന്നായിരിക്കുമല്ലോ, അങ്ങനെ സന്തോഷകരമായിട്ട് ചിന്തിക്കണം. അല്ലാതെ ഒരിക്കലും ഈ നെഗറ്റീവ് ചിന്തകൾ, അസൂയ, കുശുമ്പ്, അങ്ങനെ അതുപോലെ തന്നെ എപ്പോഴും ദാരിദ്ര്യവും ദുഃഖവും പറയുന്ന ഒരാളിന് ഒരിക്കലും ധനം വരില്ല. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. ധനത്തെ നമ്മൾ ബഹുമാനത്തോടെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. രണ്ടാമത്തേത്, ജോലിയിലാണ്, കർമ്മത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന കർമ്മം പുഷ്ടി വന്നില്ലെങ്കിൽ, അതിൽ നിന്ന് വേണ്ടത്ര ധനം വന്നില്ലെങ്കിൽ, അടുത്ത ധനം വരുന്ന മാർഗത്തെപ്പറ്റി ചിന്തിച്ച് അതിനനുസരിച്ചുള്ള ജോലികളിലേക്ക് മാറാൻ ശ്രമിക്കണം. അപ്പോഴും കലികാലമാണ്, എയുടെ ന്യൂ ജൻ കാലമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിലവിലുള്ള ജോലി വിടരുത്. അത് ഹോൾഡ് ചെയ്തുകൊണ്ട് പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്ത് ആ ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യാവുന്ന ഒരവസ്ഥ ആക്കിയിട്ടേ ഇത് വിടാവൂ. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തേത്, നമുക്ക് ഈ അത്ഭുതകരമായിട്ട് വലിയ ധനം ലോട്ടറി അടിച്ചോ ജോലി ചെയ്യാതെ കിട്ടുമെന്ന് വിചാരിച്ച് പല വ്യക്തികളും അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ഞാൻ ധാരാളം അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അബദ്ധമാണ്. അങ്ങനെ അബദ്ധത്തിൽ പോയി ചാടി ധനനഷ്ടം വരുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. ധനം നിങ്ങൾക്ക് വരേണ്ട സമയത്ത് നിങ്ങളുടെ ജാതകാൽ ധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അതറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ ഇന്ദുലഗ്നം, അതുപോലെ തന്നെ ധന നക്ഷത്രങ്ങൾ, ധനരാശി, ഇതെല്ലാം കണ്ടെത്തി അതിനനുസരിച്ച് നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ധനം വരാനും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കണം. ആ പ്രപഞ്ചശക്തി, അല്ലാതെ നമ്മളല്ല അത് നിശ്ചയിക്കേണ്ടത്. എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതിനുവേണ്ടി ഈശ്വരൻ കൊണ്ട് തരൂല. ഈശ്വരൻ സാക്ഷി മാത്രമാണ് പ്രപഞ്ചത്തിൽ. നമ്മൾ എപ്പോഴും നമ്മളെ ഈശ്വരാധീനം അല്ലെങ്കിൽ നമ്മളെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ പ്ലാനിങ്ങും അതിനനുസരിച്ചുള്ള ബുദ്ധിയുമാണ്. അപ്പം നമ്മളിൽ വിളങ്ങുന്നത്, ഈശ്വരൻ വിളങ്ങുന്നത് പ്ലാനിങ്ങും ബുദ്ധിയുമായിട്ടാണ്. അത് വിളങ്ങിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശ്വരാധീനം ഇല്ലെന്നാണ്. ഒരു ജാതകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ബുധൻ മൗഢ്യത്തിൽ പോവുകയോ ബുധൻ നീച ക്ഷേത്രത്തിൽ പോയോ ബുധന് ബലമില്ലാതെ പോയി ആ ജാതകം രക്ഷപ്പെടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബുധനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന, പ്രീതിപ്പെടുത്താവുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഈ വർഷം, അതായത് നമ്മൾ പറഞ്ഞു വന്നത് കന്നിക്കൂറുകാരായ ഉത്രം 2, 3, 4 പാദം, ഉത്രത്തിൻ്റെ 3/4, അത്തം ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദം വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ധനം വരാവുന്ന സമയമാണ് ഈ വർഷം. വേണ്ടി വന്നാൽ, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ വെറുതെ ഇരുന്നാൽ വരില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. അപ്പം ധനം വരും. ധനം വന്നാൽ നിലനിർത്താൻ പഠിക്കുക. 2, നിങ്ങൾ എപ്പോഴും നിങ്ങളെ ജാതകാൽ ബുധൻ മീൻസ് നമ്മൾ ബുധനെന്ന് പറയുമ്പം പ്രാവുകൾക്ക് പയർ അന്നമായി കൊടുക്കുന്നത് ബുധനെ എൻഹാൻസ് ചെയ്യും, നല്ലതാണ്. അതുപോലെ തന്നെ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോയി മന്ദബുദ്ധികളായ കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മന്ദബുദ്ധി, ഓട്ടീസം അങ്ങനെയുള്ള കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസമുള്ളവരാണെങ്കിൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ, നരസിംഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രധാനമായിട്ട് അവൽ നിവേദ്യം, പിന്നെ മറ്റൊന്ന് പാൽപ്പായസമോ അല്ലെങ്കിൽ അതുപോലെ നിവേദ്യങ്ങൾക്ക് കൊടുക്കുക. അതായത് ഈശ്വരൻ്റെ അന്നമാണ് നിവേദ്യം. ആ നിവേദ്യം കൊടുത്ത് അത് അഥവാ വാങ്ങാൻ കഴിയുകയാണെങ്കിൽ വാങ്ങുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ജീവജാലങ്ങൾ കൂടെ അതിൻ്റെ ഒരു പങ്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം നിലനിർത്താൻ കഴിയും. മറ്റൊന്ന്, ഒരു കാരണവശാലും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ എന്തു പറയുക, മുതിർന്ന, അതായത് ഗുരുസ്ഥാനീയർ, അതുപോലെ തന്നെ മുതിർന്നവരെന്ന് പറയുമ്പം കുറച്ച് പ്രായം ചെന്നവർ, വൃദ്ധാവസ്ഥയിലെത്തിയവരെ മനസ്സ് ക്ലേശിപ്പിക്കരുത്, എങ്കിൽ ധനം നിലനിൽക്കില്ല.
ഇങ്ങനെ കുറച്ച് ശ്രദ്ധയും ഒക്കെ പുലർത്തിയാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ധനപരമായി വളരെ ഉയർച്ച വരുന്ന സമയമാണ്. കടവും ബാധ്യതയുള്ളതാണെങ്കിൽ അതെല്ലാം തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കോടീശ്വരൊന്നും ആവില്ല, ലഘുവായിട്ടുള്ള ചില ലോട്ടറി ഭാഗ്യങ്ങളോ അതുപോലുള്ള ധനഭാഗ്യങ്ങൾ വരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ധനം വരാനുള്ളൊരു സമയമാണ്. ബിസിനസ്സുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ ബിസിനസ് പാർട്ണറെയോ ഫിനാൻഷ്യൽ പാർട്ണറെയോ പുതിയ ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ ആലോചിക്കാം. തീർച്ചയായിട്ടും അത് വിജയിക്കും. നിങ്ങൾക്ക് ഈ വർഷം വളരെ ധനപരമായിട്ട് നല്ല സമയമാണ്. ഈ വർഷം അത് ഉപയോഗിക്കണം. പുതിയ ജോലി തേടുന്നവർക്കും സമയം നല്ലതാണ്. വിദേശ യോഗത്തിന് നല്ലതാണ്. പ്രത്യേകിച്ചും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് വിദേശമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗുണം വരുന്ന നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നത് നല്ലതാണ്. വിദേശം എന്ന് പറയുമ്പം കടൽ കടന്ന് മാത്രമല്ല, അന്യദേശമാകാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്ന സമയം, ആ ധനപരമായിട്ട് ഉയർച്ച വരട്ടെ. തീർച്ചയായിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ ദശ അപകാരം അനുസരിച്ച് ഏത് ദശയും അപകാരമാണെന്നുകൂടെ നോക്കണം. കാരണം 3, 5, 7 മത്തെ ദശകൾ, 3-ാമത്തെ ദശ, 5-ാമത്തെ ദശ, 7-ാമത്തെ ദശയൊക്കെ ആണെങ്കിൽ വലിയ സാമ്പത്തികമായ ബാധ്യതകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കുകയും വേണം. വലിയ ബിസിനസ്സുകളിൽ സാമ്പത്തികം മുടക്കുകയും ചെയ്യരുത്. എന്തായാലും ഈ വാട്സപ്പ് നമ്പർ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ഇടാൻ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. 2, ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി തന്നോളാം. രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നമ്മുടെ ജ്യോതിഷകേരളി ചാനലിൽ നമ്മൾ ഒരു കുടുംബത്തെ പോലെ നിങ്ങളെല്ലാവരും നൽകുന്ന സപ്പോർട്ടിന് വീണ്ടും നന്ദി. ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരും.